നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പുതിയ രക്ഷകനെ മാറിയ മലയാളി താരം സഞ്ജു സാംസണെക്കുറിച്ച് ദിനേശ് കാർത്തിക് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ആരാധനാ പിന്തുണയുടെ കാര്യത്തിൽ വിരാട് കോഹ്ലി, MS ധോണി, രോഹിത് ശർമ്മ എന്നിവർക്കൊപ്പമാണ് സഞ്ജുവിൻ്റെ സ്ഥാനമെന്ന് കാർത്തിക് അഭിപ്രായപ്പെട്ടു. T20 ലോപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടാനുള്ള ടീം ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാണ് സ്കൈ സ്പോർട്സിനോട് സംസാരിക്കുകയായിരുന്നു ദിനേശ് കാർത്തിക്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള നിർണായക സൂപ്പർ 8 പോരാട്ടത്തിൽ സഞ്ജു പുറത്തെടുത്ത തകർപ്പൻ പ്രകടനത്തെ കാർത്തിക് പ്രശംസിച്ചു. ഈഡൻ ഗാർഡനിൽ 196 റൺസ് പിന്തുടർന്ന ഇന്ത്യക്ക് 50 പന്തിൽ പുറത്താകാതെ 97 റൺസ് നേടിയ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതാണെന്ന് ദിനേശ് കാർത്തിക് വിശേഷിപ്പിച്ചു. സഞ്ജു സാംസൺ ഒരു വിസ്മയ കഥയാണ്. ജനങ്ങൾ അവനെ അത്രമേൽ സ്നേഹിക്കുന്നുവെന്ന് സംബന്ധിച്ചോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ എന്നും അദ്ദേഹം പറഞ്ഞു. 2015 20-ാം വയസ്സിൽ ഇന്ത്യക്ക് അരങ്ങേറ്റം കുറിച്ച സഞ്ജുവിന് ലോകം ഓർത്തിരിക്കുന്ന ഒരു പ്രകടനം പുറത്തെടുക്കാൻ 11 വർഷം നീണ്ട പോരാട്ടം വേണ്ടിവന്നു. ടീമിലെ സ്ഥിരതയില്ലായ്മയും ഇടയ്ക്കിടെയുള്ള പുറത്തുപോകലും സഞ്ജുവിനോടുള്ള ആരാധകരുടെ സ്നേഹം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കാർത്തിക് ചൂണ്ടിക്കാട്ടി. അമിതമായ പ്രതീക്ഷകളുടെ ഭാരം സഞ്ജുവിന്മേൽ ഉണ്ടായിട്ടും പ്രതിഭയുടെ കരുത്തിൽ അദ്ദേഹം തിരിച്ചു വന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൂർണമെൻറ്റിൽ തുടക്കത്തിൽ സഞ്ജു പ്ലേയിങ് നിലവിൽ ഉണ്ടായിരുന്നില്ല. ഓപ്പണിംഗ് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ സഖ്യം പരാജയപ്പെട്ടതോടെയാണ് സഞ്ജുവിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ഓപ്പണിംഗ് സ്ഥാനത്ത് കളിക്കാൻ കഴിഞ്ഞത്. സഞ്ജുവിനെ ആദ്യ മത്സരം മുതൽ തന്നെ കളിപ്പിക്കണമെന്നായിരുന്നു മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാസർ ഹുസൈനും പറഞ്ഞിരുന്നത്. എന്നാൽ ഇഷാൻ കിഷനെ 3-ാം നമ്പറിലേക്ക് മാറ്റേണ്ടി വരുമെന്നായിരുന്നു അന്ന് അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഓഫ് സ്പിന്നർമാരെ നേരിടുന്നതിൽ ഇന്ത്യൻ മുൻനിരയുടെ പോരായ്മ പരിഹരിക്കാനാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നും എന്നാൽ അതൊരു തന്ത്രപരമായ തീരുമാനമായിരുന്നുവെന്നും ദിനേശ് കാർത്തിക് അഭിപ്രായപ്പെടുന്നുണ്ട്.